ഞങ്ങളൊരു ദിവസം കൊടൈക്കനാൽ ട്രിപ്പ് പോയി. അപ്പുറത്തുനിന്ന് താത്ത ഓടിക്കോ ഓടിക്കോ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ മനസ്സിലായിട്ട് തിരിഞ്ഞു നോക്കുമ്പോ കൊറേ കാട്ടികള്, വലിയ കാട്ടികള് ഓടി വരും നമ്മളെ കുത്താൻ വേണ്ടി. കാട്ടികൾ മീൻസ് കാട്ടുപോത്ത് കുത്താൻ വരുന്നുണ്ട്. അപ്പൊ ഞമ്മളൊക്കെ ഓടുന്ന തിരക്കില്ല, ഓടുന്നുണ്ട്. ഓടുന്നതിന്റെ ഇടയിൽ ഫോൺ എന്തോ ഇതിൽ ഞാൻ എടുക്കും ചെയ്ത്. ഫാത്തി ഫാത്തി ഇതാ ഞാൻ കേൾക്കുന്നേ. ഞാനും അങ്ങനെ ഫുൾ ടൈം ഫൺ പേഴ്സൺ അല്ല. എല്ലാരും വിചാരിക്കുന്ന ബിവി ഈസ് ഭയങ്കര സ്ട്രോങ്, ബിവി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ പൊതുവെ ഞാൻ ട്രൈ ചെയ്യലുണ്ട് ലൈക്ക് ഇമോഷണലി ആൾക്കാർ കാണാതിരിക്കാൻ. അതായത് ഇപ്പം ഞാൻ കരയുന്നത് ബാക്കിയുള്ളവർ കാണരുതെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ആദ്യം ഞാനിത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ദേ വർ ഓൾസോ ലൈക്ക് വേണ്ട ഫാത്തി നിർത്തിക്കാളാം, നമുക്കിത് വേണ്ട എന്നൊക്കെ. കാരണം നമ്മുടെ ഏരിയ പറയുന്നത് മലബാറാണ്, രണ്ടാമത്തേത് നമ്മൾ മുസ്ലിം ഫാമിലിയാണ്. അറിയാലോ, ഒരു കോഴിക്കോട് മിഡിൽ ക്ലാസ് ഓർത്തഡോക്സ് ഫാമിലിയിലുള്ളൊരു പെൺകുട്ടിനെ കുറിച്ചുള്ള വേവലാതികൾ അവർക്കുണ്ടാവും. സർപ്രൈസ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ്. അതെ, ഞാൻ കുറേ പേർക്ക് വിഷമമായിട്ടുണ്ട്. എനിക്ക് ഇതൊരു സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര പെട്ടെന്നുണ്ടായതാ. 2 weeks എക്സാക്ട് 2 weeks അവരെന്നെ പെണ്ണ് കാണാൻ വന്നു. പെണ്ണ് കാണാൻ വന്ന പാടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അജുവിൻ്റെ ഫാമിലിനാണ്. സൂപ്പർ സപ്പോർട്ടീവ്. അജുവിൻ്റെ ഫാദർ വാസ് ലൈക്ക് നമ്മളിങ്ങനെ അഡ്മയർ ചെയ്തിട്ട് നോക്കിയിരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കുമ്പോൾ ആണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് ഓക്കെ, ദിസ് ഈസ് മൈ ഫാദർ ഇൻ ലോ, ഇത് മതി. പക്ക ഒരു അറേഞ്ച് മാരേജ് ആണ്. അറേഞ്ച് മാരേജ് ആണ്. പക്ഷെ ഉപ്പക്ക് ഫാൻസ് ഉണ്ട് ഓൾറെഡി. ഇപ്പൊ കുർത്തക്കേടൊന്നും കളിക്കാൻ പറ്റില്ല, ആളുകൾ ഐഡന്റിഫൈ ചെയ്തൊക്കെയാണ് പറയുന്നത്. ഉപ്പേനെ ഒരു ഇൻഫ്ലുവൻസർ ആക്കിയല്ലേ. ഉപ്പക്ക് വേറെ പേജ് തുടങ്ങണം പറയുന്നത്. സമ്മതിക്കില്ല ഞാൻ. സൈന പ്ലേയിൽ സ്ഥാനാർത്ഥി ശ്രീകുട്ടന് ശേഷം ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ, ഭാവന തുടങ്ങിയവർ അഭിനയിക്കുന്ന നടികർ ഉടൻ വരുന്നു സൈന പ്ലേ. ഡൗൺലോഡ് ദി ആപ്പ് നൗ. Having a bad day? Here's a flower for you. So cute. സത്യത്തിലേ ഇപ്പം നമ്മളിപ്പോ ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ ഒരു വീഡിയോ ചെയ്യണേ. ഈ വീഡിയോ ഇൻസ്പയർ ചെയ്ത് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ശരിക്കും എങ്ങനെ കണ്ടുപിടിച്ചേ ഇങ്ങനത്തെ വെറൈറ്റി? നമ്മള് ഇൻസ്പയർ ആയി ചെയ്യുന്നതാ. എവിടുന്നേലൊക്കെ ചിലപ്പോ ത്രെഡ് കിട്ടും, അതല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പം ബാത്റൂമിലൊക്കെ ഇരിക്കുമ്പോ ഓരോ ഐഡിയാസ് വരും, കുളിക്കുമ്പോ. അല്ലാതെ നമ്മളിങ്ങനെ ചിന്തിക്കൂലേ, അപ്പൊ ഒരു കുന്തം വരില്ല. വെറുതെ തോന്നുന്നതാ. നമ്മളങ്ങനെ ക്രിയേറ്റീവ് ആവണം, എന്നിട്ട് ഇരുന്ന് പേപ്പറും ബുക്കൊക്കെ വെച്ചിട്ട് ഓക്കെ നല്ല ചായയൊക്കെ സൈഡിൽ വെച്ച് ക്യാൻഡിലൊക്കെ കത്തിച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും എഴുതാതിരിക്കുമ്പോൾ ഒന്നും വരില്ല. നമ്മളെന്തേലും വേറെ എന്തെങ്കിലും പണിയിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ വരണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ പറഞ്ഞുതരും. ഉപ്പൻ്റെ കുറച്ച് ഐഡിയാസ് ഉണ്ടാവില്ല, ഉപ്പ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരും. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലത് നമ്മൾ എവിടുന്നേലൊക്കെ ഇൻസ്പയർഡ് എന്ന് വേണമെങ്കിൽ പറയാം, ചിലർ കോപ്പി അടിക്കാന്നും പറയും. പക്ഷെ ഉപ്പായിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഞാൻ ഉപ്പയുടെ നേരത്തെ സംസാരിക്കുമ്പോ പറഞ്ഞു എവിടെയെങ്കിലും പോകുമ്പോ അവള് വിളിക്കും, ഇങ്ങോട്ട് വാ, ഒരു 2 ഡയലോഗ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സമ്മതിക്കില്ല. ഇപ്പൊ ഉപ്പാക്ക് ഫാൻസ് പിന്നെ അപ്പൊ തന്നെ വരണം പറയും. പക്ഷെ ഉപ്പാക്ക് ഫാൻസ് ഉണ്ട് ഓൾറെഡി. ഇപ്പൊ കുർത്തക്കേടൊന്നും കളിക്കാൻ പറ്റില്ല, ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ഉപ്പേനെ ഒരു ഇൻഫ്ലുവൻസർ ആക്കിയല്ലേ. ഉപ്പക്ക് വേറെ പേജ് തുടങ്ങണം എന്നാ ഉപ്പ പറയുന്നത്. സമ്മതിക്കില്ല ഞാൻ. ശരിക്കും ഞാൻ ഫീൽഡ് ഔട്ട് ആവും. ഉപ്പക്ക് ഫാൻസ് ഉണ്ട് ശരിക്കും. നമ്മള് കാണുമ്പോ ഉപ്പാന്റെ ചെക്കന്മാരൊക്കെ എവിടുന്നേലൊക്കെ കാണുമ്പോ ഇന്നെ വേണ്ട ഉപ്പനെടുത്ത്. ശരിക്കും വീഡിയോസിൽ കാണുന്ന സമയത്ത് ഫാത്തിമ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ്, എപ്പോഴും ചിരിക്കുന്ന, നമ്മളെ ചിരിപ്പിക്കുന്ന ആളാണ്. റിയൽ ലൈഫിൽ ഫാത്തിമ എങ്ങനെയാ? ഈ യുസൈൻ ബോൾട്ട് അത്ലറ്റ് ആണ് വെച്ചിട്ട് മൂപ്പർ ഏത് സമയവും ഓടി നടക്കൂലല്ലോ. എക്സാക്ട്ലി അതേപോലെ തന്നെ ഞാനും അങ്ങനെ ഫുൾ ടൈം ഫൺ പേഴ്സൺ അല്ല. ചില ദിവസങ്ങൾ ഭയങ്കര ഡൗൺ ആയിരിക്കും, പക്ഷെ സ്റ്റിൽ വി ഹാവ് ടു ഡു ദിസ്. ഇത് നമ്മളെ ലൈഫിൻ്റെ പാർട്ടാണ്. ലൈഫ് മസ്റ്റ് ഗോ ഓൺ പറഞ്ഞ പോലെ എത്ര ആവില്ലെങ്കിലും, എത്ര ലൈക്ക് ബെഡ്മെന്ന് എണീക്കാൻ തോന്നാത്ത ദിവസമാണെങ്കിലും എണീറ്റ് നമ്മളത് ചെയ്തേ പറ്റൂ. ഞാൻ അങ്ങനെ എപ്പോഴും ഫൺ പേഴ്സൺ ഒന്നല്ല. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പിന്നാണെങ്കിൽ ഞാൻ ഭയങ്കര ഇമോഷണലി വീക്കാണ്. എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ചിലപ്പോൾ എനിക്ക് കരച്ചിൽ വരും. എല്ലാവരും വിചാരിക്കുന്ന ബിവി ഈസ് ഭയങ്കര സ്ട്രോങ്, ബിവി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ പൊതുവെ ഞാൻ ട്രൈ ചെയ്യലുണ്ട് ലൈക്ക് ഇമോഷണലി ആൾക്കാർ കാണാതിരിക്കാൻ. അതായത് ഇപ്പം ഞാൻ കരയുന്നത് ബാക്കിയുള്ളവർ കാണരുതെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. സ്റ്റിൽ ഐ എം ഇമോഷണലി വീക്ക്.
ഞാൻ എപ്പോഴും ആ ഫൺ പേഴ്സൺ അല്ല. അല്ല. ഇൻഫ്ലുവൻസർ ആയിട്ടാണ് നമ്മൾ ബീവിനെ കാണുന്നത്. ശരിക്കും ബീബി എന്താ ചെയ്യണേ? എന്താ പഠിക്കണേ അല്ലെങ്കിൽ എന്താ ജോലി ചെയ്യാണോ? ഞാൻ BSc സുവോളജി കഴിഞ്ഞതാണ്. എനിക്ക് MSc സുവോളജി ചെയ്യണം. പക്ഷെ ഇപ്പോൾ ഐ എം സീയിങ് ദിസ് ലൈക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് പോലെ. ഇപ്പോൾ ഒരു പ്രൈം ടൈം കൈൻഡ് ഓഫ് ഇതെന്തായാലും ഇതിനൊരു എൻഡ് ഉണ്ടാവും, എപ്പോഴെങ്കിലും ഇതൊന്ന് നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് MSc സുവോളജി ചെയ്യാൻ വിചാരിച്ചു. ഐ വോണ്ട് ടു ബി എ ഫോറൻസിക് സയന്റിസ്റ്റ്. അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആൻഡ് ഐ തോട്ട് ഓക്കെ മേ ബി ഐ ടേക്ക് എ ബ്രേക്ക്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഈ ആക്സിഡന്റലി ഇൻഫ്ലുവൻസർ ആയതാണോ പ്ലാൻ ചെയ്തത്? വെരി ആക്സിഡന്റലി. എനിക്കൊരു ഐഫോൺ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങി. ഞാൻ ഇതിനിടക്ക് കുറച്ചു കാലം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് ഫേസിൽ കാണാം, ഗ്ലോ ഉണ്ട്. എനിക്കൊന്ന് ഒത്തിരി പ്രപ്പോസൽസും ഫാൻസും ഓൾറെഡി ഇൻസ്റ്റാഗ്രാം നിറഞ്ഞിരിക്കുന്ന അറിയാം. അഫ്കോഴ്സ് അല്ലാതൊന്നും പറയണ്ട, എല്ലാവർക്കും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഞെട്ടിച്ചത് സർപ്രൈസ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ആയിരുന്നു. കുറെ പേർക്ക് വിഷമമായിട്ടുണ്ട്. അത് സർപ്രൈസ് ആയിട്ട് തന്നെ കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ തന്നെ. എനിക്ക് ഇതൊരു സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര പെട്ടെന്നുണ്ടായതാ. 2 weeks എക്സാക്ട് 2 weeksൽ അവരെന്നെ പെണ്ണ് കാണാൻ വന്നു. പെണ്ണ് കാണാൻ വന്ന പാടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അജുവിൻ്റെ ഫാമിലിനാണ്. സൂപ്പർ സപ്പോർട്ടീവ്. അജുവിൻ്റെ ഫാദർ വാസ് ലൈക്ക് നമ്മളിങ്ങനെ അഡ്മയർ ചെയ്തിട്ട് നോക്കിയിരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കുമ്പോൾ ആണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് ഓക്കെ ദിസ് ഈസ് മൈ ഫാദർ ഇൻ ലോ, ഇത് മതി. ഹി വാസ് ലൈക്ക് നിനക്ക് പഠിക്കണോ, നിനക്ക് പഠിക്കാം, അതല്ല നിനക്ക് വേറെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ഡബിൾ സപ്പോർട്ടാണ്. ഈ എന്ത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്തു തരും. ഈ ആരെയും പേടിക്കേണ്ട, ഒന്നും ചെയ്യണ്ട, ഇപ്പം ഈ എന്താണോ ചെയ്യുന്നത് അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അഡ്മയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. മതി ഞാനത് ഫിക്സ് ചെയ്തു. പക്ഷെ അപ്പോഴും ഞാനും അജു ശരിക്കും അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. ആൻഡ് ദെൻ ഞാനും ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ മേ ബി ഐ ഹാവ് ടു ടോക്ക് ടു അജു അഗെയിൻ, ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചാലേ എനിക്ക് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ അജു ഏറ്റൊരു സെക്കൻഡ് മീറ്റിംഗ് സെറ്റ് ചെയ്തു. ആൻഡ് ദെൻ ഐ വാസ് ഷുവർ. അറേഞ്ച് മാരേജ് ആണ്. ഇപ്പോഴാണ് ആക്ച്വലി നമ്മളൊന്ന് പ്രേമിച്ചു തുടങ്ങിയത്. അങ്ങനെ പെട്ടെന്ന് എല്ലാം ഉണ്ടായി. അങ്ങനെ 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 ഈ എപ്പോഴും പറയില്ലേ ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് ഒരു ആൺകുട്ടിയെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ണറെ സെലക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഡൗട്ട് കാര്യങ്ങളുണ്ടായിരുന്നു ലൈഫ് പാർട്ണർ ചൂസ് ചെയ്യുമ്പോൾ? നല്ല പോലെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും വിചാരിച്ചതും ഞാൻ വിചാരിച്ചതും ഞാനൊരു ലവ് മാരേജ് മാത്രമേ ചൂസ് ചെയ്യൂ എന്നുള്ളതാണ്. എൻ്റെ മനസ്സിൽ ഇനിയൊരു 2 വർഷത്തേക്കൊന്നും വേണ്ട, അത് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെയായിരുന്നു. പെട്ടെന്ന് എങ്ങനെയോ എൻ്റെ മനസ്സൊക്കെ മാറി. അതൊന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് മീറ്റിങ്ങിൽ ഐ വാസ് നോട്ട് ഷുവർ അറ്റ് ഓൾ. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞ് അവരെ ഫാമിലിനെയും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത് ഫോർവേഡ് ചെയ്യണോ, കാരണം ഞാൻ ഇത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു മീറ്റിംഗ് കൂടി വെക്ക്. അജു വാസ് എ വെരി ഗുഡ് ഗൈ, അതിലൊന്നും എനിക്ക് ഡൗട്ടില്ല. പക്ഷെ നമ്മൾ തമ്മിലൊരു കമ്പാറ്റബിലിറ്റി ശരിയാവണമല്ലോ. അപ്പം സെക്കൻഡ് ടൈം മീറ്റ് ചെയ്തപ്പം നമ്മൾ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആൻഡ് ദെൻ ഹി ടോൾഡ് എൻഗേജ്മെന്റ് അല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ, നോ വറീസ്. അങ്ങനെ അങ്ങ് യെസ് പറഞ്ഞു. Until now ഞാൻ അന്നാ യെസ് പറഞ്ഞതിൽ ഐ ഫീൽ ബ്ലെസ്ഡ്. ഹി ഈസ് സോ സപ്പോർട്ടീവ്. പക്ഷെ വിഷമായത് ഫാൻസിനാണ്. ഒത്തിരി പേർക്ക് സർപ്രൈസും ആയി. അധികം നെഗറ്റീവ് കമന്റ്സ് വരാറില്ല, പക്ഷെ എൻഗേജ്മെന്റ് ഒരു ടൈം അപ്പോൾ നല്ലപോലെ വന്നിട്ടുണ്ട്. ഓൾസോ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടേനു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇടുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കണ്ണീറിന് ഭയങ്കര വിശ്വാസമാണ്. എനിക്കും അത്യാവശ്യം കണ്ണീറിൽ വിശ്വാസം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും എൻഗേജ്മെന്റ് പിക്കും വീഡിയോസൊക്കെ ഇട്ട് കഴിയുമ്പം കണ്ണീർ കാരണം എന്തെങ്കിലുമൊക്കെ അടികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കാം ഞാനും അജു അടി ഉണ്ടാവും. ഓക്കെ, ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, അടിയൊന്നും ഉണ്ടായില്ല. 4ാമത്തെ ദിവസമൊക്കെ ആയപ്പം ഈ കണ്ണറൊക്കെ കൂടി കിട്ടിയത് എനിക്കാ തോന്നുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഫീലിംഗ് ലോ കൈൻഡ് ഓഫ് സാധനം അടിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി എനിക്കെതിരെ ഒരു വീഡിയോ ഒക്കെ ഇട്ട് ഒരു ചെറിയ അതപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ അത് ഒഴിവാക്കി. അവൾ എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ഇറക്കി. അപ്പോൾ മൊത്തത്തിൽ ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി, ഇല്ലാണ്ടായി. അപ്പോൾ ആണ് എനിക്ക് ശരിക്കും
അജു ഇത്ര വലിയ ബ്ലെസ്സിങ് ആണ് മനസ്സിലായി. കാരണം ആ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ ഹി വാസ് സോ സപ്പോർട്ടീവ്. അപ്പം ഞാൻ തന്നെ അജുനോട് പറഞ്ഞു, അജു ഞാൻ ആക്ച്വലി ഇത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, എന്താ അറിയില്ല, ഐ എം ഫീലിംഗ് വെരി ലോ. നമുക്ക് പീരീഡ്സിലൊക്കെ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ഇല്ലേ, അതുപോലെ എക്സ്ട്രീം സാധനമൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ ഹി ഹാൻഡിൽഡ് ഇറ്റ് വെരി വെൽ. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞ യെസ്, ദാറ്റ് വാസ് ദ റൈറ്റ് ഡിസിഷൻ. ഇപ്പം ഒത്തിരി മെസ്സേജസ് വരുന്ന പറഞ്ഞേ, പ്രപ്പോസൽ ഒത്തിരി വന്നിട്ടുണ്ടാവും, അതിൽ മറക്കാനായിട്ടൊരു പ്രപ്പോസൽ ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും വിഷമത്തോടെ? വിഷമല്ല മോളെ, എടങ്ങേറ് എന്നൊക്കെ പറഞ്ഞാല് എന്തൊക്കെയായിരുന്നു? ഒരാള് മൂപ്പര് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ത്രൂ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിന് പോയി. അപ്പോൾ അവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമായി, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്, ഈ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കുക, ഒന്നുമില്ല, അവൻ അത്ര ജെന്യുവൻലി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കും ഫൈൻ, അങ്ങനെയാണ്. എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്ന ടൈമാണ്, വെറുതെ സംസാരിച്ച് നോക്കാമല്ലോ, ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യാമല്ലോ. അതെ, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഫോൺ വിളിച്ചു. അപ്പോൾ മൂപ്പര് ഭയങ്കര, എനിക്ക് ഫാത്തിനെ ഭയങ്കര ഇഷ്ടം, ഫാത്തി എന്നൊക്കെ വിളിക്കുന്നത്, പിന്നെ അങ്ങനെ ആരും ഫാത്തി എന്നൊന്നും അല്ലെങ്കിൽ പിന്നെ ബീവി എന്നാ വിളിക്കുന്നത്. ഫാത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം, എനിക്ക് ഫാത്തിനെ കുറിച്ച് എല്ലാം അറിയാം, എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അപ്പം എനിക്ക് ഈ ക്രിഞ്ച് വർത്താനം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായില്ല, എൻ്റെ ടൈപ്പ് അല്ല, മനസ്സിലായി. അപ്പം ഞാൻ ഫവാസിൻ്റെ അടുത്ത്, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നോ, ഇതെനിക്ക് ശരിയാവില്ല, വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പർക്ക് എൻ്റെ നമ്പർ കിട്ടി കഴിഞ്ഞല്ലോ. അങ്ങനെ മൂപ്പര് എവിടെയോ ദുബായിൽ എവിടെയോ പോയി. ദുബായിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഈ നെറ്റ് കോൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ആ നമ്പർ ബ്ലോക്ക് ചെയ്താൽ അവർക്ക് വേറെ വേറെ നമ്പറിൽ നിന്ന് വിളിക്കാൻ പറ്റും. വേറെ വേറെ നമ്പറിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. എടങ്ങേറാക്കിയിട്ട് റബ്ബേ, 2 കൊല്ലം കഴിഞ്ഞു. ഞാൻ ഈ വരുന്ന നമ്പറൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യും. 2 കൊല്ലം കഴിഞ്ഞപ്പം ഞാൻ ഉമ്മൻ്റെ അടുത്തും ഉപ്പൻ്റെ അടുത്തൊക്കെ പറയാൻ തുടങ്ങി, അമ്മ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് ഭയങ്കര ഇടങ്ങാറാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്നൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഇയാൾ എൻ്റെ ഷോപ്പിലേക്ക് വിളിക്കും, എനിക്ക് ബുട്ടീക്ക് ഉണ്ട്. ആ ബുട്ടീക്കിലേക്ക് വിളിച്ചിട്ട് കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾ എനിക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തരണം, അഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് സെൻഡ് ചെയ്താൽ മതി എന്ന്. ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പം നല്ല എമൗണ്ടിൻ്റെ എന്തോ ഒരു ഡിസൈനർ ഡ്രസ്സാണ്. എന്നിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അതൊന്ന് ബീവിക്ക് കൊടുക്കണേ. ഞാൻ ഇന്നേ വരെ ആ ബുട്ടീക്ക് ഡ്രസ്സ് തൊട്ടിട്ടില്ല, അതങ്ങനെ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയൊക്കെ പിന്നെ കത്തുകൾ അയക്കുക, കത്തുകൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് മനുഷ്യൻ. ഞാൻ എത്ര ചീത്ത പറഞ്ഞു, എത്ര തെറി വിളിച്ചിട്ടുണ്ട് അറിയോ, ഒന്ന് വെറുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, അയാൾക്ക് എന്നോട് എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നട്ടെ അങ്ങനെ പോട്ടെ വിചാരിച്ചു, ഒന്നുമില്ല, അയാൾക്കൊന്നും നടക്കൂല. എന്നിട്ട് ഞാൻ ഇവൻ്റെ ഉമ്മനെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഓർക്കൊക്കെ എന്നെ കുറിച്ച് നല്ലപോലെ അറിയാം ഇവൻ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, ഇവന് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, എന്നിട്ട് ഇവൻ ആർക്കും സമ്മതിക്കുന്നില്ല, ലൈക്ക് പോയി പെണ്ണ് കാണാനൊന്നും, ഒക്കെ ഞാൻ കാരണമാണ്, ഞാനാ അവിടെ കുറ്റക്കാരി, വാദിപ്രതിയായി, അങ്ങനത്തെ ഒക്കെ വിഷയങ്ങൾ. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ്. ഞങ്ങളൊരു ദിവസം കൊടൈക്കനാൽ ട്രിപ്പ് പോയി. ആ ടൈമിൽ നമ്മളിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മളാരോ അപ്പുറത്തുനിന്ന് താത്ത ഓടിക്കോ ഓടിക്കോ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്താ മനസ്സിലാവാണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ കാട്ടികള്, വലിയ കാട്ടികൾ ഓടി വരും നമ്മളെ കുത്താൻ വേണ്ടി. കാട്ടികൾ മീൻസ് കാട്ടുപോത്ത് കുത്താൻ വരുന്നുണ്ട്. എന്തായിരുന്നു കാട്ടി, അങ്ങനെ ഉമ്മ പറഞ്ഞു തന്നെ, കുത്താൻ വരാ. അപ്പൊ ഞമ്മളൊക്കെ ഓടുന്ന തിരക്കില്ല. അന്നപ്പോ ഇവന്റെ കോളാ വരുന്നത്, ഏത് കോളാ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഓടുന്നതിന്റെ ഇടയിൽ ഫോൺ എന്തോ ഇതിൽ ഞാൻ എടുക്കും ചെയ്ത്, ഫാത്തി ഫാത്തി ഇതാ ഞാൻ കേൾക്കുന്നേ, ഈ ചെങ്ങായ. അപ്പൊ ഇപ്പോഴും 2.5 years ആയി, മൂപ്പര് ഇപ്പോഴും ഇങ്ങനെ കരഞ്ഞും കണ്ടൊക്കെ വിളിക്കും. രാത്രിയൊക്കെ എന്തൊക്കെയോ നിന്റെ ഇടയിൽ ഞാൻ കോൾ ഇങ്ങനെ എടുക്കും, ഫാത്തി ഫാത്തി ഇതാ. അപ്പൊ എനിക്ക് ആദ്യം ഫാത്തി കേൾക്കുമ്പോഴേ മനസ്സിലാവും ആ നമ്പർ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ എത്രയോ നമ്പർ ബ്ലോക്ക് ചെയ്ത് അവസാനം ഞാനൊരു ദിവസം ഉപ്പന്റെ കയ്യിൽ വിളിച്ചു കൊടുത്ത്. എന്റെ ഉപ്പ പറഞ്ഞാൽ ഭയങ്കര പാവം, ലൈക്ക് എപ്പോഴും ഭയങ്കര കുലീനായിട്ട്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മനുഷ്യൻ. അപ്പൊ ഞാൻ ഉപ്പൻ്റെ അടുത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ ഭയങ്കര എടങ്ങേറാക്കുന്ന ഒരാളാണ്, ഇപ്പൊ ഒന്ന് വിളിച്ച് ഡീൽ ചെയ്യണം, ഒന്ന് ദേഷ്യം പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് ഉപ്പന്റെ കയ്യിൽ വിളിച്ചു കൊടുത്ത്. ഉപ്പ വിളിച്ചും കണ്ടിട്ട് മൂപ്പരിങ്ങനെ
ആ ഉപ്പച്ചീന്ന് വിളിച്ചപ്പോഴേക്കും ആ മോനെ. അത് ശരി. ഞാനിങ്ങനെ അതിനാണോ ഞാൻ ഉപ്പൻ്റെ തന്ന്. അപ്പൊ ഞാനില്ലേ മോൻ എന്റെ നമ്പർ തരാം, മോൻ ഇന്ത്യയിലേക്ക് വിളിച്ചോട്ടോ. ഓ ഉപ്പച്ചി. പിന്നെ ഓല് തമ്മിൽ സംസാരിക്കും. ഉപ്പ അങ്ങനെ ഓരോടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഓൻ വിളിക്കുമ്പോ മോനെ ഞാൻ ഓളെടുത്ത് പറഞ്ഞു മോനെ, ഇങ്ങനെയൊക്കെ ഉപ്പ സംസാരിക്കാം. അത് കഴിഞ്ഞ് ഞാൻ അമ്മൻ്റെ അടുത്ത് പറഞ്ഞു, ഇമ്മ ഇങ്ങനെ ഉപ്പൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നതിന് ഇമ്മ സംസാരിക്കും. അപ്പൊ ഉമ്മ അടക്ക്, ഞാൻ ശരിയാക്കി തരാം, ആ നമ്പറും കൊണ്ടാന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഉമ്മ അടുത്ത് ഞാൻ ഫോൺ വിളിച്ചിട്ട് ഉമ്മനെ ഉമ്മച്ചേ. അപ്പൊ ഉമ്മ ആ മോനെ. അവനത്രയും അങ്ങനെ അവൻ സംസാരിക്കുന്നതും. അപ്പൊ തിരിച്ചു ഇവലിങ്ങനെ ഫയർ ആവണം വിചാരിച്ച് റെസ്പോണ്ട് ചെയ്യണം വിചാരിച്ചാലും ഇവർക്ക് നടക്കണില്ല. ആ മോനെ ഞാനും ഓളോട് കൊറേ പറഞ്ഞു, ഓള് കേൾക്കുന്നില്ല. അങ്ങനൊക്കെ ഒരു കഥ.